നിസ്സാര തർക്കത്തിന്റെ പേരിൽ ഒരു 17-കാരന്റെ ജീവൻ നഷ്ടമായതിന്റെ നടുക്കത്തിലാണ് തിരുവനന്തപുരം നരുവാമൂടുകാർ. ഒരു വർഷം മുമ്പ് ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഉണ്ടായ തർക്കവും തുടർന്നുള്ള വൈരാഗ്യവുമാണ് പെരിങ്ങമല സ്വദേശി ശിവസൂര്യയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. 5 പേർ ചേർന്ന് മർദ്ദിക്കുന്നതിനിടെ ശിവസൂര്യ സമീപത്തെ കടയുടെ ചില്ലുവാതിലിലേക്ക് തെറിച്ചു വീഴുകയും ചില്ലുകൾ ദേഹത്ത് തറച്ച് രക്തം വാർന്നു മരിക്കുകയുമായിരുന്നു. കൊലപാതക സമയത്തെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. സംഭവത്തിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. ദേശീയപാതയ്ക്ക് സമീപത്ത് വെടിവെച്ചാൻ കോവിലിൽ ശനിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. 2 ബൈക്കുകളിലായി എത്തിയ 5-അംഗ സംഘം പുന്നമൂട് റോഡിൽ വെച്ച് ശിവസൂര്യയുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയായിരുന്നു. തുടർന്നുണ്ടായ കയ്യാങ്കളിക്കിടയിൽ സമീപത്തെ കടയുടെ ചില്ലുവാതിലിലേക്ക് ശിവസൂര്യ തെറിച്ചു വീണു. വയറ്റിൽ ചില്ലുകൾ തറച്ചു കയറി രക്തം വാർന്ന റോഡിൽ കിടന്ന ശിവസൂര്യയെ പ്രതികൾ തന്നെ ബൈക്കിൽ കയറ്റി സമീപത്തെ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഫുൾ ബ്ലഡ്. പതിനേഴുകാരന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് ഫുട്ബോൾ കളിക്കിടയിലുണ്ടായ തർക്കമെന്ന് പോലീസ് വ്യക്തമാക്കി. 5 പേർ ചേർന്ന് മർദ്ദിക്കുന്നതിനിടയിലാണ് ശിവസൂര്യ സമീപത്തെ കടയുടെ ചില്ലുവാതിലിലേക്ക് വീണത്. കൊലപാതക സമയത്തെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതികളും കൊല്ലപ്പെട്ട ശിവസൂര്യയും ടർഫിൽ ഒരുമിച്ച് ഫുട്ബോൾ കളിച്ച് പരിചയമുള്ളവരാണ്. 1 വർഷം മുമ്പ് നടന്ന ഫുട്ബോൾ കളിക്കിടെ പ്രതികളിൽ ഒരാളായ കാർത്തിക്കിനെ ശിവസൂര്യ ഫൗൾ ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ തർക്കവും അടിയുമുണ്ടായി. അതിനെ ചൊല്ലി ഫോണിലൂടെ അടക്കം വെല്ലുവിളികൾ തുടർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ശിവസൂര്യ റോഡിൽ നിൽക്കുന്നത് കണ്ടതോടെയാണ് പ്രതികളെത്തി വീണ്ടും തർക്കമുണ്ടായതും കൊലപാതകത്തിൽ കലാശിച്ചതും. 5 ചെറുപ്പക്കാർ 2 ബൈക്കുകളിലായി വന്ന് അവിടെ നിന്ന് വഴക്കുകളുണ്ടാവുകയും അത് അടിച്ചടിച്ച് ഇപ്പുറത്ത് വന്നു ഈ കടയ്ക്കകത്ത് ഉള്ളിൽ കയറുകയും ചെയ്തു. കടയിലെ ഗ്ലാസ് നിന്നുണ്ടായ കുത്തലുമായിട്ടാണ് മരണപ്പെട്ടതെന്നാണ് അറിയപ്പെടുന്നത്. കാക്കാമൂലുള്ള ശിവസൂര്യ 18 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ് മരണപ്പെട്ടതെന്നാണ് അറിയപ്പെടുന്നത്. +2 പഠനം കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു ശിവസൂര്യ. സംഭവവുമായി ബന്ധപ്പെട്ട് അജിത്ത്, കാർത്തിക്, ആരോമൽ എന്നിവരെ പോലീസ് പിടികൂടി. മറ്റ് 2 പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.